പോലീസുകാരെയും കൊന്നു അല്ലേ? ഒബ്വിയസ്ലി എല്ലാ ക്രിമിനൽസിനും ഒരു സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഈയാമ്പാറ്റകളെ പോലെ അവർ ഈ അഗ്നിയിലേക്ക് പറന്നു വീഴുന്നത്. വിഷ്ണുവേട്ടാ, ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യം വരുമോ? ഗ്യാരണ്ടി ഒന്നുമില്ല. തോന്നുന്നുണ്ടോ ഞാനൊരു സ്പൈ ആണെന്ന്? മോളെ, വർഷങ്ങൾക്ക് ശേഷം നിന്നെ ഞാൻ കണ്ടപ്പോ ഫുള്ളായിട്ട് സ്കാൻ ചെയ്തിട്ടല്ലേ കൂടെ കൂട്ടിയത്. നീ എന്നെ പറ്റി എന്താ കരുതിയത്? ഇത്രയും വലിയ റിസ്കിലേക്കാണ് പോകുന്നതെന്ന് അറിയുമ്പോ താൻ പിന്മാറുമെന്നാ ഞാൻ വിചാരിച്ചത്. ലോകം മുഴുവൻ ഈ പ്രോജക്റ്റിന് പിന്നാലെയുള്ള അന്വേഷണത്തിലാണ്. Be strong, man. After all, you're also killing people, right? ബുദ്ധിപരമായ ചോദ്യം. ഈ ബയോളജിക്കൽ വെപ്പണിന്റെ ആക്രമണം ഏൽക്കാതിരിക്കാനുള്ളൊരു വാക്സിൻ ഒരൊറ്റ ഡോസ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. അത് എന്നിൽ തന്നെ പരീക്ഷിച്ചു, വിജയിച്ചു. നമിച്ചു പൊന്നെ. നാട്ടിലെ പോലീസ് ഇപ്പോ തീവ്രവാദി ഗ്രൂപ്പുകളുടെ പിന്നാലെയാണ്. ലോകത്തിലുള്ള സകല മീഡിയകളിലും ഈ ബയോളജിക്കൽ വെപ്പണിനെ പറ്റിയുള്ള ന്യൂസ് വന്നു കഴിഞ്ഞു. ലോകത്തിന്റെ ഒരു പരിച്ഛേദം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഹാക്കിങ്ങിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. മറ്റിടങ്ങളിലെ സംഭവങ്ങൾ ലോകമാധ്യമങ്ങളിലൂടെയും. അപ്പോ പോലീസും കോർട്ടും ആവശ്യമില്ലല്ലോ. അതൊക്കെ മൈനർ കേസുകൾക്ക് മാത്രം. എന്തായാലും ഹാക്കിങ്ങിന്റെ പരിചയം നന്നായി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു. സാമൂഹ്യദ്രോഹികളുടെ മരണം ലോകം ലൈവായല്ലേ വാച്ച് ചെയ്തത്. അത് റിസ്ക് അല്ലേ? Are you mad? ഞാനിപ്പോ സുഖകരമായൊരു ഉന്മാദത്തിന്റെ ആലസ്യത്തിലാണ്. ഒരുതരം വിജയാലസ്യം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പ്രിയ, നമ്മൾ ഈ ചെയ്യുന്നത് എന്താണെന്നും എന്തുകൊണ്ടാണ് ഈ മനുഷ്യർ മരിച്ചു വീഴുന്നതെന്നും ലോകമറിയണം. എന്നാലല്ലേ നമ്മുടെ ഉദ്ദേശലക്ഷ്യം പൂർത്തിയാവൂ. ലോകത്തിലുള്ള എല്ലാ സിസ്റ്റത്തിലും കടന്നു കയറി ഇഷ്ടമുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുക. ഈ ഹാക്കിംഗ് എന്ത് രസമുള്ള പരിപാടിയാണെന്നറിയാം. Now everybody is scared, you know? You know something? കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒഴുകിയെത്തിയത് 1300 ലക്ഷം കോടി രൂപയാണ്. സാധാരണക്കാരുടെ ടാക്സുകൾ ഒഴിവാക്കാൻ ഈ തുക ധാരാളം മതിയെന്നാണ് ഫിനാൻഷ്യൽ എക്സ്പേർട്സ് പറയുന്നത്. ആയിരക്കണക്കിന് ഹെക്ടർ കയ്യേറ്റ ഭൂമി ഇതിനകം ആൾക്കാർ ഗവൺമെന്റിന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇപ്പോ കടകളിലും റെസ്റ്റോറന്റുകളിലുമെല്ലാം മായം ചേർക്കാത്ത ഫുഡേ ഉള്ളൂ. മന്ത്രിമാരെല്ലാം മര്യാദ കുട്ടപ്പന്മാരായി. നാളെ ഈ പ്രോജക്റ്റിന്റെ ചില ആൾക്കാരുമായി ഒരു ഫൈനൽ മീറ്റിംഗ്. പിന്നെ മറ്റന്നാൾ നമ്മൾ നാട്ടിലേക്ക് പറക്കുന്നു.
യെസ് സാർ. Take this right, huh? Take this first immediate right here. Yeah. This way only, this way. Yeah. Go a little fast, man. കഴിഞ്ഞ തവണത്തെ പോലെ ആവോ? Matthew, last time we just missed them, okay? Today I don't want any mess up. We have to find him. I got the location, we will find him, okay? Keep your gun ready. ഓക്കെ സാർ. We are reaching now, okay? ഐ എം റെഡി സാർ. ഏയ് പ്രിയ, നീ എന്തായി കാണിക്കുന്നേ? നീ നെറ്റ് ഡോങ്കിൾ ഉപയോഗിക്കുകയാണോ? ഇറ്റ്സ് ബ്ലഡി ഡേഞ്ചറസ്. അവർക്ക് നമ്മളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അവർ ഈ ഐപിക്ക് പിന്നാലെയാണ്. Yesterday also I did the same. Why didn't you say it yesterday? So you are that international killer, right? Don't make any scene here. Better you surrender now. We are from Intelligence Bureau. Sorry. ലോകത്തെ കോടിക്കണക്കിന് ജനങ്ങൾ ഇപ്പോ സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങുകയാണ്. അതിനു തടസ്സം നിൽക്കാൻ ഞാൻ ഇനി ഒരു ശക്തിയും അനുവദിക്കില്ല. സകല നശിച്ച ജന്മങ്ങളെയും പുഴുക്കളെ പോലെ കൊന്നു തള്ളാമെങ്കിൽ നിന്റെ ഇന്റലിജൻസ് കുപ്പായം എനിക്കൊന്നുമല്ലടാ. I know you can't deactivate that device now. I respect your intention. കുഞ്ഞുകുട്ടി പരാധീനക്കാരനാണ്, കൊല്ലാതങ്ങ് വിട്ടേക്കണം. All the best for this mission. Destroy my cell phone and your laptop. You can trust me, okay?